ഹായ്, നമുക്ക് സിയുടെ ട്യൂട്ടോറിയൽ നോക്കാം. നമ്മൾ ഈ ഒരു സീരീസ് ഫുള്ള് കവറപ്പ് ചെയ്യാൻ പോകുന്ന W3 സ്കൂൾസ് ഉപയോഗിച്ചാണ്. W3 സ്കൂൾസിൽ നമുക്ക് ഓൺലൈൻ എഡിറ്റർ അവൈലബിൾ ആണ്. സോ നമ്മൾ വേറെ ഒന്നിനെ ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യം വരത്തില്ല. സോ നമുക്ക് W3 സ്കൂൾസ് വെച്ചിട്ട് ഈ ഒരു എൻ്റയർ ട്യൂട്ടോറിയൽ ഫോളോ അപ്പ് ചെയ്യാം. ഓക്കെ, സി എന്ന് പറയുന്ന 50 വർഷത്തിലേറെ യൂസ് ചെയ്യുന്ന ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. പിന്നെ സി യൂസ് ചെയ്ത് നമുക്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ്, ഡാറ്റാബേസ്, ആപ്ലിക്കേഷൻസ് എന്നിവ ഡെവലപ്പ് ചെയ്യാം. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് പേജിലോട്ട് പോവാം. സി എന്താണ് സി, എന്തുകൊണ്ട് സി പഠിക്കണം, സിയും C++ഉം തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? സി എന്ന് പറയുന്നത് ഡെന്നിസ് റിച്ചി ബെൽ ലബോറട്ടറീസിൽ 1972 ക്രിയേറ്റ് ചെയ്ത ഒരു ജനറൽ പർപ്പസ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. സി എന്ന് പറയുന്ന കമ്പ്യൂട്ടർ സയൻസ് ഫീൽഡിൻ്റെ ഒരു ഫണ്ടമെൻ്റൽ ലാംഗ്വേജ് ആണ്. സി ഡെവലപ്പ് ചെയ്തേക്കുന്നത് യൂണിക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം റൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ അതുപോലെ തന്നെ സിയും C++ഉം തമ്മിലുള്ള ഡിഫറൻസ് വന്നിട്ട് C++ ക്ലാസ് ആൻഡ് ഒബ്ജക്റ്റ് സപ്പോർട്ട് ചെയ്യും, അതേ ടൈം സി സപ്പോർട്ട് ചെയ്യത്തില്ല. ഈ ഒരു ചെറിയൊരു വ്യത്യാസമേ ഉള്ളൂ. നമുക്കപ്പോൾ അടുത്തതിലോട്ട് പോവാം. ഇത് ജസ്റ്റ് ഐഡിയനെ കുറിച്ചൊക്കെ പറയാൻ, സബ്ലൈം, VS കോഡ് ഇങ്ങനെയുള്ള ഐഡിയ നിങ്ങൾക്ക് യൂസ് ചെയ്യാം സി പ്രോഗ്രാമിംഗ് എഴുതാൻ വേണ്ടിയിട്ട്, റൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇവിടെ ഒരു സിമ്പിൾ സി പ്രോഗ്രാമിംഗ് ആണ് ഇവിടെ കാണിച്ചേക്കുന്നത്. അത് ഇവിടെ അവൈലബിൾ ആട്ടോ. ഇതൊരു സിമ്പിൾ സി പ്രോഗ്രാമിംഗ് ആണ്. നിങ്ങളൊന്ന് ട്രൈ ഔട്ട് ചെയ്യ്. നമുക്ക് അടുത്ത പേജിലോട്ട് പോവാം. സിയുടെ സിൻറ്റാക്സിനെ കുറിച്ചാണ് ഈ ഒരു പേജിൽ പറയുന്നത്. സിയുടെ സിൻറ്റാക്സ് ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. ജസ്റ്റ് വായിച്ച് നോക്കിയാൽ മതിയാവും. ഇതാ ഇവിടെ എക്സാമ്പിൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്, അതൊന്ന് ഫോളോ അപ്പ് ചെയ്താൽ മതി. ഇത് വലിയ ടാസ്ക്കുള്ള കാര്യമല്ല, നിങ്ങൾക്ക് ഈസി ആയിട്ട് ഒന്ന് ഫോളോ അപ്പ് ചെയ്യാതെ. സി സ്റ്റേറ്റ്മെൻറ്റ്സിനെ കുറിച്ചും പറഞ്ഞിട്ടുണ്ട്, അതും നിങ്ങളൊന്ന് വായിച്ച് ഫോളോ അപ്പ് ചെയ്താൽ മതി. വലിയ ടാസ്ക്കുള്ള കാര്യമല്ല, അതുകൊണ്ടാണ് ഞാൻ സ്കിപ്പ് ചെയ്യുന്നത് കേട്ടോ. C output. To output values or print text in C, you can use the printf function. വാല്യൂസ് ഔട്ട്പുട്ട് ചെയ്യാനും ടെക്സ്റ്റ് പ്രിൻ്റ് ചെയ്യാനും നമുക്ക് printf എന്ന് പറയുന്ന ഫംഗ്ഷൻ യൂസ് ചെയ്യാം. എക്സാമ്പിൾ താഴെ കൊടുത്തിട്ടുണ്ട്, നമുക്കതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. include studio.h int main printf hello world return 0. ഇത് യൂസ് ചെയ്തിട്ട് പ്രിൻ്റ് ചെയ്ത ടെക്സ്റ്റ് പ്രിൻ്റ് ചെയ്തേക്കുന്നതാണ്. നമുക്ക് അതേ ടൈം ഇവിടെ വേറെ ആഡ് ചെയ്താലും അത് പ്രിൻ്റ് ചെയ്യും. ആൻഡ് ഹലോ ഗൈസ്, പ്രിൻ്റ് ആവുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം. പ്രിൻ്റ് ആയിട്ടുണ്ട്. When you are working with text, it must be wrapped inside double quotation marks. നമ്മളിപ്പോൾ ഒരു ടെക്സ്റ്റിൽ വർക്ക് ചെയ്യുമ്പോഴത്തേക്കും ഡബിൾ കൊട്ടേഷൻസ് മസ്റ്റാണ്. അത് കൊടുത്തിട്ടില്ലെങ്കിൽ നമുക്ക് എറർ ഉണ്ടാവും. അതിൻ്റെ ഒരു എക്സാമ്പിളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഇതൊന്ന് നിങ്ങൾ ചെക്ക് ഔട്ട് ചെയ്യും. എന്നിട്ട് ഇതിപ്പോൾ എറർ വന്നിട്ടുണ്ടല്ലോ, നിങ്ങൾ ഡബിൾ കോട്ട്സ് യൂസ് ചെയ്തൊന്ന് ട്രൈ ഔട്ട് ചെയ്യണം. ഓക്കെ, നമുക്ക് മൾട്ടിപ്പിൾ printf ഫംഗ്ഷൻ യൂസ് ചെയ്യാം. അതിൻ്റെ ഒരു എക്സാമ്പിളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നമുക്കതൊന്ന് ട്രൈ ഔട്ട് ചെയ്യാം. കണ്ടോ, ഇതിൽ ന്യൂ ലൈനിൽ വന്നിട്ടില്ല, എല്ലാം ഒറ്റ ലൈനിലാണ് പ്രിൻ്റ് ആയത്. നമുക്ക് എന്തുകൊണ്ട് വന്നില്ല, എങ്ങനെ ന്യൂ ലൈനിൽ വരുത്താം എന്നുള്ളത് അടുത്ത പേജ് നോക്കിയിട്ട് പഠിക്കാം. ന്യൂ ലൈൻസ്. int main printf hello world /n I am learning C. To insert a new line you can use the /n character. നമുക്ക് ചെക്ക് ചെയ്യാം. /n ഇട്ടിട്ട് അപ്പോൾ ന്യൂ ലൈനിലാണ് അടുത്ത പ്രിൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ് പ്രിൻ്റ് ആയത്. I am learning C. You can also output multiple lines with a single printf. However, this could make the code harder to read. ഇതിപ്പോൾ വായിക്കാനൊരു ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഹലോ വേൾഡ് കഴിഞ്ഞ് പുതിയ പ്രിൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ് എഴുതി, അത് കഴിഞ്ഞിട്ട് വീണ്ടും പുതിയ പ്രിൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ് എഴുതുന്നതായിരിക്കും നമുക്ക് വായിക്കാനൊക്കെ ബെറ്റർ. ഞാനിപ്പോൾ ഇത് കാണിച്ചു തരാം. ഇതിപ്പോൾ വായിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്, കണ്ടോ. പക്ഷെ ഔട്ട്പുട്ട് ക്ലീനാണ്. നമ്മൾ അങ്ങനെ സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് സെപ്പറേറ്റ് ആയിട്ട് പ്രിൻറ്റ് ഫംഗ്ഷൻ എഴുതുന്നത്.
ദേ ഈ മുകളിൽ കൊടുത്തേക്കുന്ന പോലെ ഈ ഡബിൾ സ്ലാഷൻ 2 തവണ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ഒരു ബ്ലാങ്ക് സ്പേസ് ക്രിയേറ്റ് ആവും. നമുക്കതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ദേ ഉണ്ടായി. നമുക്കപ്പോൾ ഒരു സ്ലാഷൻ റിമൂവ് ചെയ്ത് നോക്കാം. ഓക്കെ, റൺ ചെയ്യാം. കണ്ടോ, അടുത്തടുത്ത് വന്നേ. ഇനി ആ സ്ലാഷൻ ഒരിക്കൽ കൂടെ കൊടുക്കാം, ഒരു സ്ലാഷൻ കൂടെ കൊടുക്കാം. /n റൺ ആവുന്നുണ്ട്. കണ്ടോ, ഒരു ബ്ലാങ്ക് സ്പേസ് വന്നതുണ്ടോ. സെഷനാണ് എസ്കേപ്പ് സീക്വൻസ് എന്ന് പറഞ്ഞാൽ. എസ്കേപ്പ് സീക്വൻസിൻ്റെ ഒക്കെ കുറച്ച് എക്സാമ്പിൾസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അത് നിങ്ങളൊന്ന് ട്രൈ ഔട്ട് ചെയ്യും. അതുപോലെ തന്നെ സി കമൻറ്റ്സ്, ഇത് നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാക്കുന്ന കാര്യങ്ങൾ. ഇത് സിംഗിൾ ലൈൻ കമൻ്റ് ആണ്. അടുത്ത് മൾട്ടിപ്പിൾ ലൈൻ കമൻറ്റ്സ് ഉണ്ട്, കണ്ടല്ലോ. ഇത് ജസ്റ്റ് വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകുന്ന കാര്യങ്ങളേ ഉള്ളൂ. നമുക്ക് അടുത്ത ട്യൂട്ടോറിയൽസിൽ വേരിയബിൾ എന്താണെന്ന് നോക്കാം. ഓക്കെ.